എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ദാണ്ടെ വളരെ എളുപ്പത്തിൽ, അതായത് ഒരുപാട് അങ്ങ് അൺഹെൽത്തി അല്ലാണ്ട് നമുക്കൊരു പിസ്സ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നാണ് കേട്ടോ. ആദ്യമേ ഞാൻ എന്താണ് ചിക്കൻ ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പെപ്പർ പൗഡറും ഗരം മസാലയും കുറച്ച് പെരിഞ്ചീരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വിനെഗറും കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് ചിക്കനിലേക്ക് അരപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, ഒരു 15-20 മിനിറ്റ്സ് വരെ. ആ ടൈമിൽ ദാണ്ട് നമുക്ക് അതിന് ആഡ് ചെയ്യാനുള്ള കുറച്ച് വെജീസ് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ പിസ്സ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെജസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കല്ല. അതായത് നമ്മൾ കാണാറില്ലേ പിസ്സയിൽ അത്യാവശ്യം ക്യാപ്സിക്കവും മഷ്റൂമും പിന്നെ അതിൽ കോണൊക്കെ കാണാറുണ്ട്. അതായത് നമ്മുടെ ചോളമില്ലേ, അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ചോളം എടുക്കുന്നില്ല. എനിക്ക് തന്നെ മഷ്റൂം കിട്ടിയായിരുന്നു. അത് ഓൾറെഡി ഞാൻ ലുലുവിൽ വാങ്ങിച്ച സമയത്ത് കട്ടഡ് പീസസ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കത് കുറച്ച് അഫോർഡബിളായിട്ട് തോന്നി, അതുപോലെ നല്ലത് കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. പിന്നെ എടുക്കുന്നത് 3 ക്യാപ്സിക്കാണ്. അത് ഞാൻ എന്താണ്ട് ചെറുതായിട്ടൊന്ന് ക്യൂബ് പോലെ അതും ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് കണ്ടു, ഇത് കുറച്ച് എളുപ്പമാണ്, അതുപോലെ തന്നെ അഫോർഡബിളും ആയിട്ടും കിട്ടി. പിന്നെ നമുക്ക് നല്ലത് നോക്കിയപ്പം ചില സമയത്ത് മഷ്റൂം വാങ്ങുമ്പം ഉള്ളിൽ നല്ല ബ്ലാക്ക് ആയിട്ട് ഇരിക്കും. അതുകൊണ്ട് ഇത് ഓൾറെഡി കട്ടഡ് ആയിട്ടുണ്ട്, എനിക്കറിയാം നല്ല ഐറ്റമാണെന്ന്. അങ്ങനെ അത് വാങ്ങിയത്. ഒരുപാട് അൺഹെൽത്തി അല്ല എന്ന് പറഞ്ഞില്ല. അതിൻ്റെ കാരണം ഇതാണ്, ഞാനിവിടെ പിസ്സ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ബ്രൗൺ ബ്രെഡിലാണ് കേട്ടോ. പിന്നെ നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. അതിനകത്താണ്ട് ചൂടായ ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ചെറിയ ചെറിയ പീസും കൂടി ആയതുകൊണ്ട് ചിക്കൻ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടും. ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മൂടി വെക്കുമ്പോഴത്തേക്ക് അതിൽ സ്റ്റ്യൂവും കൂടി ഒന്ന് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇപ്പം ചിക്കൻ എല്ലാം ഒന്ന് പൊരിച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുന്നില്ല, കാരണം അതേ എണ്ണയിൽ തന്നെ ഞാൻ വെജസും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ബ്രെഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ വെജസ് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് അതിൻ്റെ മയണൈസ് റെഡിയാക്കി എടുക്കാം. അതായത് പിസ്സയുടെ ബേസില്ലേ, അതാണ് എടുക്കുന്നത്. അതിന് ഞാൻ കുറച്ച് മയണൈസും പിന്നെ അതിൽ ടൊമാറ്റോ സോസും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ചില്ലി മയണൈസും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, അത് കുറച്ച് എരിവിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ പിസ്സയുടെ ബേസ് റെഡിയായി കഴിഞ്ഞു. പിന്നെ നമുക്ക് ബ്രെഡിലേക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതായത് ബ്രെഡും അതുപോലെ ചീസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പിസ്സ റെഡിയായി കഴിഞ്ഞു. ആരെങ്കിലും പെട്ടെന്ന് വരുമ്പം ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് പിസ്സയെ പോലെ ചെയ്യാം. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ സോട്ട് ചെയ്തെടുത്ത ചിക്കനും മഷ്റൂമും പിന്നെ ക്യാപ്സിക്കവും ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയർ ചീസും കൂടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ടോപ്പിങ്ങിലായിട്ട് നമ്മൾ കുറച്ച് ചില്ലി മയണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ തന്നെ നമ്മുടെ പിസ്സയുടെ ഫില്ലിങ് റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു അടുപ്പ് താഴെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വേറൊരു പാൻ വെച്ചിട്ട് നമുക്ക് ഈ പിസ്സയൊന്ന് വേവിച്ചെടുക്കാം. അതായത് ആ ചീസ് ഒന്ന് നല്ല ഫോമിലാവുന്നത് വരെ മാത്രം മതി. അപ്പോഴത്തേക്കും തന്നെ നമ്മൾ നല്ല അടിപൊളി പിസ്സ റെഡിയായി കഴിയും. നമുക്ക് വീട്ടിൽ തന്നെ നല്ല തട്ടിക്കൂട്ടുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ, അതോടൊപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും ചെയ്യണേ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.